ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഈ അടുത്തൊരു വീടിൻ്റെ വാസ്തു നോക്കിപ്പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു വാട്ടർ ടാങ്കുണ്ട്. ഈ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് അവർ ചോദിച്ചൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം ജലസ്ഥാനമല്ലേ, അപ്പോൾ ഒരു വാട്ടർ ടാങ്കിന് അവിടെ വയ്ക്കണ്ടേ, അവിടെ വയ്ക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം. ഇതിനകത്ത് നമ്മൾ രണ്ട് രീതിയിൽ ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. ജലാശയം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയാണ് വരേണ്ടത്, അത് സത്യമാണ്. പക്ഷേ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഫോമിൽ വരുമ്പോൾ നമുക്ക് വാട്ടർ ടാങ്ക് നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നോർത്ത് ഈസ്റ്റിൽ വെയിറ്റ് കൂടും. ഈ നോർത്ത് ഈസ്റ്റിൽ വെയിറ്റ് കൂടുന്നതാണ് നമ്മുടെ വിഷയം. നോർത്ത് ഈസ്റ്റിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ സ്ട്രെസ് ഫാക്ടറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതായത് ഒരുപാട് നമുക്ക് മാനസിക പ്രയാസങ്ങൾ വരും. ഈ വെയിറ്റ് കൂടുന്നത് ഒരു ബേസിക് വാസ്തു പ്രിൻസിപ്പളിന് എഗെയിൻസ്റ്റാണ് ഈ നോർത്ത് ഈസ്റ്റ് ഹെവി ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വാട്ടർ ടാങ്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കായിട്ട് കൊടുക്കാനായിട്ട് പറയും. അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ചിലപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റിൽ തന്നെ ടാങ്ക് കൊടുക്കേണ്ടി വന്നു. ഇപ്പം വീടിൻ്റെ മുകളിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു ടാങ്ക് ഇരിക്കുന്നു, അത് ഇടിച്ച് പൊളിച്ച് കളയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മുകളിലത്തെ ടാങ്കിൽ നിന്ന് അത് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പൈപ്പിംഗ് എല്ലാം മാറ്റി ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലെ ടാങ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് ഒരുപാട് പേർക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ നല്ലൊരു കോമൺ സൊല്യൂഷനാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പം ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലെ ടാങ്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നൊരു ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു വെയിറ്റ് ഫാക്ടർ ആഡ് ചെയ്യണം. അതായത് ഈ ടാങ്കിനേക്കാളും ഹെവി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് കന്നിമൂല ഭാഗത്ത് നിങ്ങൾ കൊടുക്കുക. അതിപ്പോൾ വസ്തുവിലാണെങ്കിൽ വസ്തുവിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഈ പറഞ്ഞ ഈ പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ സൗത്ത് വെസ്റ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുക്കുന്ന ഏരിയ ആയി വരുമ്പോൾ ഇത് അങ്ങോട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോകും. കാര്യം വെള്ളത്തിന് സ്ഥാനമുള്ളത് കൊണ്ട് വേറൊരു ഡിസഡ്വാൻറ്റേജ് നോർത്ത് ഈസ്റ്റിലെ ടാങ്കിന് ഉണ്ടാവില്ല. പക്ഷേ വെയിറ്റ് കൂടിയിരിക്കുന്ന ഭാഗം എപ്പോഴും സൗത്ത് വെസ്റ്റ് ആകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സൗത്ത് വെസ്റ്റിലേക്ക് വെയിറ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ബാലൻസ് ചെയ്ത് പോകാനാണ് വാസ്തു പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇപ്പോൾ മാറ്റാൻ പറ്റില്ല, കഴിയുന്നത് മാറ്റി റീലൊക്കേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷേ ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരുപാട് വർക്കിൻ്റെ കോംപ്ലിക്കേഷൻ കൊണ്ടോ ചില ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാതെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സൗത്ത് വെസ്റ്റ് ഭാഗം എടുക്കുക, അവിടെ വെയിറ്റ് കൂട്ടുക. ഈ ഭാഗം ഇത് ബേസിക് പ്രിൻസിപ്പിളാണ്, വാസ്തുവിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. സൗത്ത് വെസ്റ്റ് ഹെവി ആയിരിക്കുക, നോർത്ത് ഈസ്റ്റ് ലൈറ്റ് ആയിരിക്കുക എന്നുള്ളത്. ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിലെത്തുന്നവരെ നന്ദി, നമസ്കാരം.